ഇന്നത്തെ യങ്സ്റ്റേഴ്സിലും അഡൾട്ട്സിലെല്ലാം അധികമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാലഡാപ്റ്റീവ് കോപ്പിംഗ് അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ്. ലൈഫിൽ പലതരത്തിലുള്ള സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ട്രിഗറിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ പെട്ടെന്നൊരു റിലീഫിനായിട്ട് സ്വീകരിക്കുന്നത് തെറ്റായ മാർഗങ്ങളാണ്. അതിനെയാണ് നമ്മൾ മാലഡാപ്റ്റീവ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അവോയ്ഡൻസ്, അഗ്രഷൻ, സെൽഫ് ഹാം, സബ്സ്റ്റൻസ് അബ്യൂസ്, പ്രൊക്രാസ്റ്റിനേഷൻ, കമ്പൾസീവ് ബിഹേവിയർ, ഇതെല്ലാം മാലഡാപ്റ്റീവ് കോപ്പിംഗ് ആണ്. ഒരു കുട്ടിക്ക് അക്കാഡമിക് സ്ട്രെസ്സ് വരുമ്പോൾ പഠിക്കാതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അധികമായിട്ട് ഗെയിമിംഗ് ചെയ്യുന്നതോ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുമ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നത്, മീൽസ് സ്കിപ്പ് ചെയ്യുന്നത്, ഗെറ്റിംഗ് അവേ ഫ്രം ഹോം, എക്സസീവ് സ്ക്രീൻ ടൈം, ഇങ്ങനെ ഒരുപാട് മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് തെറാപ്പി മാലഡാപ്റ്റീവ് കോപ്പിംഗ് 3 ടൈപ്സ് ആണുള്ളത്. അവോയ്ഡൻറ്റ്, ഓവർ കോമ്പൻസേഷൻ ആൻഡ് സറണ്ടർ. ഇതിൽ അവോയ്ഡൻറ്റിനെ നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയാം. അതായത് ലിറ്ററലി അവോയ്ഡിങ് ദിസ് കൈൻഡ് ഓഫ് ട്രിഗറിങ് സിറ്റുവേഷൻസ് ആണ് അവോയ്ഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഓവർ കോമ്പൻസേഷൻ നമുക്ക് എന്ത് പറയാം? ഫൈറ്റ് എന്ന് പറയാം. അതായത് ഓവർ ഡൂയിങ് ആണ് ഇവിടെ വരുന്നത്. ലൈക്ക് ബ്ലെയിമിങ് സമ്മൺ, ഡിസ്പ്ലേസിങ് ദി ഫ്രസ്ട്രേഷൻ ഓൺ സമ്മൺ. ഇനി സറണ്ടർ എന്തായിരിക്കും? ഫ്രീസ് ആണ്. അതായത് അക്സെപ്റ്റിംഗ് ദി സിറ്റുവേഷൻ ആൻഡ് സഫറിങ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വി ക്യാൻ ഡു ഫോർ ദിസ്? അഡാപ്റ്റീവ് കോപ്പിംഗ്. ഹിയർ യു നീഡ് ടു acknowledge yourself, talk about your feelings to someone like a trusted friend. Seek the help of a therapist or mental health professional. Do journaling, practice mindfulness exercises, meditation. So first of all, we need to focus on our emotions, then address the problem. So there are various adaptive coping strategies or behaviors that you can implement. If you're struggling or going through something and you feel like you need counseling sessions, let me know through your comments.